NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ എന്ന കുപ്രചരണം. കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ട NCC ആർമി റിപ്പോർട്ട്. എറണാകുളത്തെ തൃക്കാക്കര KMM കോളേജിൽ ഡിസംബർ 23 നടന്ന സംഭവം ഭക്ഷ്യവിഷബാധ അല്ലെന്ന് NCC ആർമി അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ചില കേഡറ്റുകൾക്കുണ്ടായ നിർജ്ജലീകരണം മൂലം അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ഈ സംഭവത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തി ക്യാമ്പിൽ സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നുവെന്ന് NCC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ NCC നടത്തിയ ക്യാമ്പിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട കേഡറ്റുകളെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവർക്ക് നിർജ്ജലീകരണമുണ്ടെന്ന് കണ്ടെത്തി ഉചിതമായ ചികിത്സ നൽകുകയും ആവശ്യമായ വിശ്രമത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്ന രീതിയിൽ ഈ വിഷയം തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നീട് സംസ്ഥാന മെഡിക്കൽ അതോറിറ്റികളും സൈന്യവും ഉത്തരവിട്ട അന്വേഷണങ്ങൾ ഭക്ഷ്യവിഷബാധ എന്ന വാദം അസത്യമാണെന്ന് കണ്ടെത്തിയെന്നും NCC ആർമി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. NCC കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധ എന്ന രീതിയിൽ പ്രാദേശിക മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ച കേഡറ്റുകളുടെ രക്ഷിതാക്കളിൽ ആശങ്ക സൃഷ്ടിച്ചു. മാധ്യമപ്രവർത്തകരും ചില വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘാംഗങ്ങളും ചേർന്ന് ക്യാമ്പ് പരിസരത്ത് തടിച്ചുകൂടി പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. ചില വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും കേഡറ്റുകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭീഷണിയുണ്ടായി. ഇവർ ക്യാമ്പ് കമാൻഡന്റിന്റെയും ക്യാമ്പിലെ ജീവനക്കാരുടെയും എതിർപ്പുകൾ വകവയ്ക്കാതെ ഗേറ്റ് തകർത്ത് ക്യാമ്പ് വളപ്പിനുള്ളിൽ അനധികൃതമായി പ്രവേശിച്ച് ക്യാമ്പ് കമാൻഡന്റിനെയും സ്റ്റാഫിനെയും മർദ്ദിക്കുകയായിരുന്നു. വനിതാ കേഡറ്റുകളെ അവഹേളിക്കുന്ന കമന്റുകളും അധിക്ഷേപങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ നടത്തുകയുണ്ടായി. ഗ്രൂപ്പ് കമാൻഡർ NCC ഗ്രൂപ്പ് ഉടൻ ക്യാമ്പ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കി. സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ NCC അധികൃതർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡ്യൂട്ടിയിലായിരുന്ന യൂണിഫോം ധരിച്ചവരെ കയ്യേറ്റം ചെയ്തതിനും ക്യാമ്പ് വളപ്പിൽ അനധികൃതമായി ആളുകൾ പ്രവേശിച്ചതിനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും NCC റിപ്പോർട്ടിൽ പറയുന്നു. NCC ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ട് കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. എറണാകുളം ഗ്രൂപ്പിലെ ഗ്രൂപ്പ് കമാൻഡർ DG NCC നേരിട്ട് കണ്ട് സംഭവത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അറിയിച്ചു. കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും DG NCC ഒരു കത്തെഴുതുകയും ആവശ്യമായ നടപടികൾക്കായി പ്രത്യേക കൊറിയർ വഴി കൈമാറുകയും ചെയ്യുകയായിരുന്നു. ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടില്ലെന്നും നിർജ്ജലീകരണം മൂലമാണ് കേഡറ്റുകൾക്ക് അസുഖം വന്നതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടില്ലെന്ന രോഗബാധിതരായ കേഡറ്റുകളുടെ മലം പരിശോധനാ റിപ്പോർട്ടിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ അന്വേഷണത്തിലും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ച ശേഷം അത് തരം താഴ്ത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളാണ് മുഴുവൻ കോലാഹലങ്ങളും സൃഷ്ടിക്കുകയും നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി അത് മുതലെടുക്കുകയും ചെയ്തത്. ക്യാമ്പ് കമാൻഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട 2 വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. കുറ്റക്കാർക്കെതിരെ കർശനമായ ജുഡീഷ്യൽ നടപടിയെടുക്കാൻ NCCയും ആർമി അധികൃതരും ചേർന്ന് കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും NCC വ്യക്തമാക്കി.